നമസ്കാരം. സുഷമ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ ഭാഗമായ സ്നേഹസ്പർശം എടുക്കുന്നത്. എന്താണ് സ്നേഹസ്പർശം എന്ന് പറഞ്ഞാൽ? സ്പർശം എന്ന് പറഞ്ഞാൽ തൊടുകയാണ് അല്ലേ? സ്നേഹത്തെ തൊടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം മനസ്സിൽ സ്പർശിക്കുന്നതിനെയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. സ്നേഹം ഒരു അനുഭൂതിയാണ്, അത് അനുഭവിക്കുകയാണ്. അതാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത് അല്ലേ? അതില് ഒരു കഥ കൊടുത്തിരിക്കുന്നു. നോക്കൂ, എന്താണ് കഥയുടെ പേര്? സഹോദര ശ്രുതി. എന്താ ശ്രുതി എന്ന് പറഞ്ഞാൽ പേര് കേട്ട, പ്രശസ്തി ആർജിച്ച എന്നൊക്കെയാണ്. അതായത് സഹോദരന്മാരുടെ പ്രശസ്തി അല്ലെ? അതാണ് സഹോദര ശ്രുതി. ഇവിടെ ആ കഥ നമുക്കൊന്ന് നോക്കാം അല്ലേ? സഹോദരത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടോ അല്ലേ? എന്തായിരിക്കണം? സഹോദരത്തിന്റെ സൗന്ദര്യം, ഭംഗി തുളുമ്പുന്ന ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു രാജ്യത്ത് അല്ലെ? നമുക്ക് കഥ പറയുമ്പോൾ അങ്ങനെയല്ലേ അല്ലേ? രണ്ട് കർഷക സഹോദരന്മാർ ഉണ്ടായിരുന്നു അല്ലെ? അവരുടെ വിവാഹിതനായ എളിയ സഹോദരന് 4-5 മക്കളുണ്ട്. അതിൽ ഏട്ടൻ വിവാഹം കഴിച്ചിട്ടില്ല അല്ലെ? അനിയനായ എളിയ സഹോദരൻ, അനിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. 4-5 മക്കളും ഉണ്ട് അല്ലെ? ഒരു രാത്രി അവിവാഹിതനായ, എന്താ അവിവാഹിതൻ പറഞ്ഞ? കല്യാണം കഴിക്കാത്ത, വിവാഹിതനല്ലാത്ത, കല്യാണം കഴിക്കാത്ത ജ്യേഷ്ഠനെ അനുജന്റെയും കുടുംബത്തിന്റെയും ഭാവിയെ പറ്റി ആലോചിച്ച് ഉറക്കം വരുന്നതേയില്ല അല്ലെ? തന്റെ അനിയൻ കല്യാണം കഴിച്ച് 4-5 മക്കളുണ്ട്, അവൻ എങ്ങനെ ജീവിക്കും ഈ കൃഷിയൊക്കെ കൊണ്ട് അല്ലെ എന്നൊക്കെ ആലോചിച്ച് അവൻ നന്നായി ബുദ്ധിമുട്ടുമല്ലോ. തന്റെ സഹോദരന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് ജ്യേഷ്ഠന് ഉറക്കമേ വരുന്നില്ല അല്ലെ? ഉറക്കം വരുന്നില്ല. എൻ്റെ അനുജനും കുടുംബത്തിനും വേണ്ടത്ര വരുമാനമില്ല അല്ലെ? അനുജന് മക്കളുടെ കാര്യം നോക്കണം, കൃഷി നോക്കണം, ഇതൊക്കെ നോക്കണം. അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര വരുമാനമില്ല. അതുകൊണ്ട് ഇയാളാണെങ്കിലോ, ജ്യേഷ്ഠനാണെങ്കിൽ ഒറ്റയ്ക്കാണ് അല്ലെ? അപ്പൊ വരുമാനമില്ല. അതുകൊണ്ട് അവനും കുടുംബവും ഭാവിയിൽ കഷ്ടപ്പെടും. ഈ ഭാവിയിൽ അവർക്ക് പണത്തിന് വേണ്ടി പൈസ ഇല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും. ഇതോർത്തപ്പോൾ ജ്യേഷ്ഠന് സങ്കടം വന്നപ്പോൾ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങുന്ന നേരം നോക്കി തൻ്റെ പത്തായത്തിൽ നിന്ന് 3-4 ചാക്ക് നെല്ലെടുത്ത് എന്ത് ചെയ്തു? അനിയന്റെ പത്തായത്തിൽ കൊണ്ടുപോയിട്ടു. എന്താണ് ഈ പത്തായം എന്ന് പറഞ്ഞാൽ? പണ്ട് കാലത്ത് നെല്ല് സൂക്ഷിക്കുന്ന ഒരു മുറിയാണ് അല്ലെ? മരങ്ങൾ കൊണ്ട് അടിച്ച്, കാരണം അതിൽ എലിയും പ്രാണികൾക്കൊന്നും കടന്നു ചെല്ലാത്ത ജനലോ വാതിലോ പറയാനില്ല അല്ലേ? അങ്ങനെ പൂർണ്ണമായ ഒരു വാതിലല്ല, നമുക്കിങ്ങനെ ചാടിക്കടന്നു പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ അതിലുള്ളൂ. അതിനാണ് പത്തായം എന്ന് പറയും അല്ലേ? മറ്റുള്ള പ്രാണികളോ എലികളോ ഒന്നും വന്ന് ധാന്യം നശിപ്പിക്കാതിരുന്ന് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് പത്തായം, നെല്ല് സൂക്ഷിക്കുന്നത്. അതിനാണ് പത്തായം എന്ന് പറയും. അപ്പോൾ തൻ്റെ പത്തായത്തിൽ നെല്ലെടുത്തിട്ട്, ഒരു 3-4 ചാക്ക് നെല്ലെടുത്തിട്ട് എന്ത് ചെയ്തു? അനിയന്റെ പത്തായത്തിൽ കൊണ്ട് ആരിട്ടു? ജ്യേഷ്ഠൻ ഇട്ടു അല്ലേ? നെല്ലെടുത്ത് അനുജന്റെ പത്തായത്തിൽ കൊണ്ടുപോയി ഇട്ടു. അന്ന് രാത്രി അവിവാഹിതനായ ജ്യേഷ്ഠന്റെ ഭാവി ഓർത്തിട്ട്, അതുകൊണ്ട് ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ട് അവിവാഹിതനായ ജ്യേഷ്ഠന്റെ ഭാവി ഓർത്ത് അനുജനും ഉറക്കം വന്നില്ല അല്ലേ? എന്താ കാരണം അല്ലേ? എനിക്ക് മക്കളെങ്കിലും ഉണ്ട്, വയസ്സായി എന്നെ നോക്കാൻ ആരുണ്ട്? 4-5 മക്കളുണ്ട്, ജ്യേഷ്ഠൻ ആര് നോക്കും? വയസ്സായ ജ്യേഷ്ഠൻ ബുദ്ധിമുട്ടുമല്ലോ. അതുകൊണ്ട് പണം ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ജ്യേഷ്ഠനെ നോക്കും അല്ലേ? അങ്ങനെയാണല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാനും പരിചരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ ജ്യേഷ്ഠന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഭാവിയിലത്തെ അനുജന് ഉറക്കം വന്നില്ല. എനിക്ക് മക്കളെങ്കിലും ഉണ്ട് അല്ലേ? അനിയന് മക്കളുണ്ട്. ഏട്ടന് വയസ്സുകാലത്ത് ആരാണ് ഉണ്ടാവുക? ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അല്ലെ? ആരും ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട ജീവിതമാണ്. വേണ്ടത്ര പണമുണ്ടെങ്കിൽ, കൈ നിറയെ പണമുണ്ടെങ്കിൽ ആരെങ്കിലും ഉപകാരമാകും. ആ പണം കണ്ടിട്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നോക്കും അല്ലെ? അതാണ് ആരെങ്കിലും ഉണ്ട്, ഉപകാരമാകും. അന്ന് രാത്രി അനുജൻ തൻ്റെ പത്തായത്തിൽ നിന്ന് കുറെ നെല്ലെടുത്ത് എവിടെ പോയി? ഏട്ടന്റെ പത്തായത്തിൽ കൊണ്ടിട്ടു. എവിടെ കൊണ്ടിട്ടു? ഏട്ടന്റെ പത്തായത്തിൽ കൊണ്ടുപോയി നിറച്ചു അല്ലെ? ഇത് ഇടയ്ക്കിടെ രണ്ടുപേരും പരസ്പരം അറിയാതെ ചെയ്തുകൊണ്ടിരുന്നു. അതാ ആദ്യ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? അനിയന്റെ പത്തായത്തിൽ കൊണ്ടിട്ടു. അനിയൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠന്റെ പത്തായത്തിൽ കൊണ്ടിട്ടു. ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ നടക്കാറുണ്ട്. പക്ഷെ രണ്ടാളും എന്ത് ചെയ്തിട്ടില്ല? അറിയാ പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം
അറിയാതെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി രണ്ടുപേരും ചാക്കിൽ ഇങ്ങനെ തലയില് നെല്ലുമായിട്ട് പത്തായപ്പൊരിക്ക് നേരെ പോകുമ്പോൾ എന്ത് ചെയ്തു? നേരെ പോകുമ്പോൾ തമ്മിൽ കണ്ടുമുട്ടി. രണ്ടാളും ഇങ്ങനെ വഴി, അവിടുന്ന് ഏട്ടൻ വരുന്നു, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? അനിയനും വരുന്നു. രണ്ടാളും ഒരു വഴി എത്തിയപ്പോൾ രണ്ടാളും നേർക്ക് നേരെ അഭിമുഖമായിട്ട് കണ്ടുമുട്ടി. അവിടെ അവരിരുവരും ഒന്നും ഊരിയിടാതെ ഒന്നും പറയാതെ അല്ലെ കണ്ടത്. രണ്ടാളും ഞെട്ടിപ്പോയി, ഷോക്കായി പറയില്ലേ, ആ ഷോക്ക് കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരിരുവരും ഒന്നും ഉരിയിടാനാവാതെ പരസ്പരം നോക്കി നിന്നു. രണ്ടാളും മുഖത്തോട് മുഖം നോക്കി നിന്നു. അവരിരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ട്. അല്ലെ അവർക്ക് മനസ്സിലായി തന്റെ പത്തായത്തിലും ജ്യേഷ്ഠൻ അനിയന്റെ പത്തായത്തിലും കൊണ്ട് ഇടാൻ പോകുന്നതാ. അപ്പൊ ആ തന്റെ അനിയന് തന്നോടുള്ള സ്നേഹവും ജ്യേഷ്ഠന് തന്നോടുള്ള സ്നേഹം, അനിയനോടുള്ള സ്നേഹവും ഓർത്തിട്ട് സന്തോഷം കൊണ്ട് കണ്ണുകൾ രണ്ടാളുടെയും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞു അല്ലെ. കുറെ കാലങ്ങൾ കഴിഞ്ഞു. ഇരുവരും എന്ത് ചെയ്തു? മരിച്ചുപോയി അല്ലെ. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ രണ്ടാളും മരിച്ചുപോയി. കാലമേറെ കഴിഞ്ഞു. ഇവരുടെ സഹോദര സ്നേഹത്തിന്റെ കഥ നാട്ടിലാകെ പരന്നു. ആര് പറയുന്നത് പറയാ, ആ ഏട്ടനനിയൊക്കെ അവരെ പോലെ ജീവിക്കണം അല്ലെ. അപ്പൊ എല്ലാവരും അതൊരു ഉദാഹരണമായി പറയാൻ തുടങ്ങി. അപ്പൊ നാട്ടിലെല്ലാവരും ഇവരുടെ സ്നേഹത്തെ കുറിച്ച് പറയാനും ഇവരുടെ കഥ അങ്ങനെ ലോകം മുഴുവൻ അറിയാനും തുടങ്ങി. നാട്ടിലാകെ എല്ലാ ഭാഗത്തും പരന്നു. ആയിടെ ഗ്രാമത്തിലൊരു ദേവാലയം പണിയാനായി ആലോചന നടന്നു അല്ലെ. ദേവാലയം പറഞ്ഞാൽ അത് പള്ളിയാകാം അമ്പലമാകാം എന്തോ അല്ലെ. അതാണ് ദേവാലയം, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം. ദേവാലയം പണിയാനുള്ള ആലോചന നടക്കണം. ഒരു ഇത് കെട്ടണം, ദേവാലയം കെട്ടണം. അതിന് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അല്ലെ. എപ്പോഴും ഒരു പരിശുദ്ധമായ സ്ഥലമാണ് ദേവാലയം കെട്ടാൻ തിരഞ്ഞെടുക്കുക അല്ലെ. അതുപോലെ തിരഞ്ഞെടുക്കാനായിട്ട് അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കണം. അതിനു പറ്റിയ സ്ഥലമായി അവർ തിരഞ്ഞെടുത്തത് ഈ സഹോദരൻ നെല്ലിജാക്കുമായി നടക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയ ആ സ്ഥലമായിരുന്നു അല്ലെ. എവിടെയാണ് ആ സ്ഥലം എടുത്തത്? ഇവർ രണ്ടാളും ഇന്നും നെല്ല് കൊണ്ടുപോകുമ്പോൾ അറിയാതെ ആദ്യം പോയി അല്ലെ. പിന്നെ ഒരു ദിവസം പരസ്പരം കണ്ടുമുട്ടിയില്ലേ, ആ സ്ഥലമാണ് ദേവാലയം പണിയാനായിട്ട് ആര് തിരഞ്ഞെടുത്തത്? ഈ ഗ്രാമത്തിലുള്ളവർ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടായിരിക്കാം അത് ആ സ്ഥലം തിരഞ്ഞെടുത്തത് എന്ന് അല്ലെ. ഇതിന് താഴെ അതൊരു ക്വസ്റ്റ്യൻ കൊണ്ട് അല്ലെ. ദേവാലയം പണിയാൻ നാട്ടുകാർ തിരഞ്ഞെടുത്തത് സഹോദരങ്ങൾ കണ്ടുമുട്ടിയിടമാണ്. എന്തുകൊണ്ടായിരിക്കാം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങള്. എന്തായിരിക്കും അല്ലെ? ആ സ്ഥലം എത്രയും പരിശുദ്ധമാണ്. അവിടെ സന്തോഷത്തിന്റെ കണ്ണീർ വീണ് ആ സ്ഥലം പുണ്യമായിരിക്കുന്നു, പരിശുദ്ധമായിരിക്കുന്നു. ആ സ്ഥലം അപ്പൊ അത്രയും പുണ്യമാണ്. അവരുടെ സ്നേഹത്തിന്റെ വില, രണ്ടാളുടെയും സ്നേഹത്തിന്റെ ആ വില മനസ്സിലാക്കിയ സ്ഥലമാണ് അത്. അതുകൊണ്ട് ആ സ്ഥലം പരിശുദ്ധവും പുണ്യമുള്ള സ്ഥലവുമാണ് അല്ലെ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ജ്യേഷ്ഠന് എത്ര സ്നേഹം, അവരുടെ സഹോദരത്തിന്റെ അദൃഢമായ ഒരു ബന്ധം അവരെ മനസ്സിലാക്കിയതാണ്. രണ്ടാൾക്ക് സ്നേഹം അറിയാം, തന്നെ ജ്യേഷ്ഠ ഇത്ര സ്നേഹിക്കുന്നു, അനിയൻ ഇത്ര സ്നേഹിക്കുന്നു ഒക്കെ അറിയാം. എന്നാലും അത് കണ്ടുമുട്ടിയതും മനസ്സിലാക്കിയുമായ സ്ഥലമാണ്. അവിടെ കണ്ണീർ വീണ് ആ സ്ഥലം പരിശുദ്ധമായ ഒരു സ്ഥലമാണ് അല്ലെ. അതുകൊണ്ടായിരിക്കും അവർ അവിടെ ആലയം കെട്ടാനായിട്ട് തിരഞ്ഞെടുത്തത് അല്ലെ. അത്രയും. അതുപോലെ നമ്മുടെ ബന്ധവും എപ്പോഴും എങ്ങനെയായിരിക്കണം? ദൃഢമായിരിക്കണം. ഇന്ന് നമുക്കറിയാം പലവരും അല്ലെ അണുകുടുംബങ്ങളാണ്. സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും വില മനസ്സിലാക്കാതെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ ഈ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കണം. നമ്മൾ ഇതുപോലെ സഹോദരന്മാരെ എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള ബന്ധം, സ്നേഹം ദൃഢമായിരിക്കണം എന്നും കൂടിയാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ക്ലാസ്സിലെ കാണാം, അടുത്തൊരു പാഠവുമായി. ബൈ.